ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രതികൾ നൽകിയ എല്ലാ മൊഴികളും തന്നെയും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴികളെല്ലാം തെറ്റാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണക്കുകൾ പുറത്തു വന്നത് പ്രകാരമുള്ള സ്വർണ്ണമല്ല യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്ന് പോയിട്ടുള്ളത്. അതിനേക്കാൾ ഒരുപാട് കണക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു പുറത്തു വരുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് പോലെ മുരാരി ബാബുവിനെ പോലെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള 3-4 ആളുകൾ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നവർ പുറത്തിറങ്ങി നടക്കും. ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നശിപ്പിക്കപ്പെടാനും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പോലും തേഞ്ഞു മാഞ്ഞു പോകാനുള്ള സാധ്യതകൾ കൂടുതലല്ലേ? ഇത് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയുടെ ഫലമാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ ഫലം പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇതിപ്പോ അവിടെ പരിശോധിച്ച ശാസ്ത്രജ്ഞർക്കും പിന്നെ ഈ കേസുമായി നിലനിൽക്കുന്ന സീനിയർ ഉദ്യോഗസ്ഥർക്കും മാത്രമേ അതിന്റെ തെളിവുകൾ ഇപ്പോൾ ഉള്ളൂ. ബാക്കി തെളിവുകളൊന്നും പുറത്തേക്ക് വിട്ടില്ല. യഥാർത്ഥത്തിൽ നമുക്കറിയാം ശബരിമലയിൽ വലിയ രീതിയിലുള്ള കൊള്ളയാണ് നടന്നിട്ടുള്ളത് എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ശബരിമലയുമായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രതികളായിട്ടുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ ഇത്രയാണ് മോഷ്ടിച്ചത്. പിന്നെ നമുക്കറിയാം സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് കണ്ടെടുത്തതും ബെല്ലാരിയിൽ നിന്ന് കണ്ടെടുത്തതുമായിട്ടുള്ള സ്വർണ്ണങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ശാസ്ത്രീയപരമായിട്ടുള്ള പരിശോധന ഇപ്പോൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള മോഷണം മാത്രമല്ല ശബരിമലയിൽ നിന്നും സ്വർണം മോഷ്ടിച്ചിട്ടുള്ളത്, വലിയ രീതിയിലുള്ള കൊള്ള ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത. ഇപ്പോൾ VSSCയുടെ പരിശോധനാ ഫലം വന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ബാക്കി സ്വർണം എവിടെ എന്നൊരു ചോദ്യം ബാക്കിയാണ്. ഇപ്പോൾ UDF-നെ ആണെങ്കിലും LDF-നെ ആണെങ്കിലും പ്രതിരോധിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്ത കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് സോണിയാഗാന്ധിയെ കണ്ടത് എന്ന് KC വേണുഗോപാൽ ഉത്തരം പറയണം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നു. ആ ചോദ്യം ചെയ്യുന്നത് വാർത്താ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടു. അതിനു മുമ്പിട്ട് മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് അധികം ആരും അറിയാതെ പോയൊരു കാര്യമാണ്. പിന്നീട് ദേവസ്വം ബോർഡ് മന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് LDF പ്രതിരോധത്തിലാകത്തില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് പറയുന്നത് എന്താണ്? അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് കൊണ്ട് UDF-ലെ എല്ലാ നേതാക്കന്മാരെയും ചോദ്യം ചെയ്യും. അവരിപ്പോ പേടിച്ച് വിറച്ചു നിൽക്കുകയാണ് UDF എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ പൊക്കോട്ടിരിക്കുന്നത്. അല്ല, ഈ ചർച്ചകളെല്ലാം തന്നെയും ഉറവിടം കൃത്യമായി CPM-ലെ പല സൈബർ ഹാൻഡിലുകളിലൂടെയുമാണ് എന്നുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ട്. അതിനേക്കാളുപരി നമ്മളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ SIT സംഘത്തിന്റെ ഒരു അന്വേഷണ രീതി വളരെയധികം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി പ്രതിപക്ഷത്തിൽ നിന്നും പല നേതാക്കന്മാരും ഉന്നയിച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷെ അപ്പോഴേക്ക് തന്നെയും കോടതി പറഞ്ഞൊരു കാര്യം, SIT-യുടെ അന്വേഷണ രീതിയിൽ തൃപ്തരാണ്, കോടതിക്ക് ഒരു അതൃപ്തിയും ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തുന്നുണ്ട്. പക്ഷേ വീണ്ടും SIT-ക്ക് പിഴവുകൾ സംഭവിച്ചു എന്ന് വീണ്ടും തെളിയിക്കുന്ന നിലയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സ്വർണത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ SIT ആണോ ശാസ്ത്രീയപരമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് VSSC കൊടുത്തിട്ടുള്ളത്? അപ്പോൾ നമ്മൾ SIT-യുടെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അന്വേഷിക്കുന്നു എന്ന് കരുതി അത് സർക്കാരിന്റെ കീഴിലാണ് എന്ന് കരുതി ഇപ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാനൊന്നും കഴിയില്ല. ഇപ്പോൾ മന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല, മന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതാണ് പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന ചോദ്യം. മന്ത്രിയെ അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ UDF-ന് കൃത്യമായിട്ട് LDF-നെ പ്രതിരോധിക്കാൻ കഴിയൂ. ഇപ്പോൾ പത്മകുമാറും വാസുവും ഒക്കെ ഉണ്ട് എന്ന് കരുതി കൃത്യമായിട്ട് ദേവസ്വം ബോർഡിന്റെ മന്ത്രിയെ പിടിക്കുമ്പോഴല്ലേ കൃത്യമായിട്ട് അവർക്ക് അടിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ കേരള ജനതയിൽ മൊത്തത്തിലാട്ടെ ദേവസ്വം ബോർഡ് മന്ത്രി വരെ ശബരിമല സ്വർണം കട്ടുകൊണ്ട് പോയി എന്ന് UDF-നെ എടുത്ത് പറയാൻ കഴിയും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള തെളിവുകൾ വേണം. മന്ത്രി അതിൽ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന പ്രാഥമിക റിപ്പോർട്ടെങ്കിലും വേണം. ഇത് കണ്ടെത്താൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമുക്കറിയാം, ഒരു കൊള്ള നടന്നു കഴിഞ്ഞാൽ ആ കൊള്ളയുടെ പേരിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തെ പത്മകുമാർ. അപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രിയെ അറിയാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒന്നും ചെയ്യില്ല എന്ന് നമുക്ക് ഇവിടുന്ന് ചർച്ചയിലിരുന്ന് പറയാം. അല്ലെങ്കിൽ AKG സെന്റർ അറിയാതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന പിണറായി വിജയൻ അറിയാതെ അവിടെ ശബരിമലയിൽ സ്വർണം മോഷ്ടിക്കാൻ കഴിയില്ല, സഖാക്കന്മാർക്ക് അങ്ങനെ കഴിയില്ല എന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് ചർച്ചയിൽ പറയാം. പക്ഷെ ഒരു കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇത് ലിങ്ക് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ മന്ത്രിയെ എന്താണെങ്കിലും ചോദ്യം ചെയ്തു. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, ഇപ്പോൾ ഒരു ആ സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആരുടെയൊക്കെ അനുമതി വാങ്ങിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനുമതി കൊടുക്കണമെങ്കിൽ ദേവസ്വം ബോർഡ് മന്ത്രിയെ വിളിച്ചു ചോദിച്ചതിന് ശേഷം മാത്രമേ അനുമതി കൊടുക്കൂ. അതുകൂടാതെ മന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന രീതി. അപ്പോൾ
മന്ത്രി വിളിച്ചു പറഞ്ഞു എന്ന് പത്മകുമാറും വാസുവും ഒക്കെ മൊഴി കൊടുത്താൽ മാത്രം പോലോ, ഇത് കൃത്യമായിട്ട് തെളിയിക്കണം, ഇതിന്റെ രേഖകൾ കണ്ടെത്തണം, മന്ത്രിയെ ഇതിനെ ലിങ്ക് ചെയ്യിക്കുന്ന മറ്റു കാര്യങ്ങൾ കണ്ടെത്തണം, മന്ത്രിയെ ഇത് ലിങ്ക് ചെയ്യിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ ലിങ്ക് ചെയ്യിക്കാനുള്ള മറ്റ് തെളിവുകൾ വേണം. അപ്പോൾ തെളിവുകൾ കണ്ടെത്തുക എന്നത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും വർഷമായ സ്ഥിതിക്ക് നമുക്കറിയാം, സ്വർണം കട്ടവരെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. ബാക്കിയുള്ള ആളുകളിലേക്ക് പോകാൻ SIT കഴിഞ്ഞിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ പറയുന്നത് പോലെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി പാട്ടിന്റെ വരികൾ മാറ്റി പാടേണ്ടി വരുമോ, പുതിയ പാട്ട് ഇറക്കേണ്ടി വരുമോ എന്നൊരു പരിഹാസ രൂപേണ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ കണ്ടിരുന്നു. അതിനേക്കാൾ ഉപരി അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അതുപോലെ തന്നെ ആയിരുന്നു ഇത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്നത്. പക്ഷേ കടകംപള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു അപ്ഡേഷനും വരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനുള്ള, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ എന്താണ് തടസ്സം എന്നുള്ളത് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അടൂർ പ്രകാശിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ ഈ നമ്മുടെ കോൺഗ്രസിന്റെ പുതുയുഗ യാത്ര അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അടൂർ പ്രകാശിനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനും ഒരിക്കൽ കൂടി അദ്ദേഹം ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്, അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ സാധിക്കാത്ത നിലയിൽ കോൺഗ്രസിന്റെ വായടപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. ഒരിക്കലും കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമുക്കറിയാം, അടൂർ പ്രകാശ് 2019 കാലഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിന്റെ MP ആണ്. അപ്പൊ MP ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഇതിനകത്ത് എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. പിന്നീട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോകൾ, ആ ഫോട്ടോയുടെ പേരിലാണ് അദ്ദേഹത്തിനെ എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയോട് നിൽക്കുന്ന ഫോട്ടോകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ പാങ്കൂട്ടം മുഖ്യമന്ത്രി വലിയ രീതിയിൽ വിമർശിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ടാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെങ്കിൽ ആദ്യം നിങ്ങൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടത് മിസ്റ്റർ പിണറായി വിജയനെ ആണ് എന്ന് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോ എന്ത് തന്നെയാണെങ്കിലും നമുക്കറിയാം, ഇപ്പോൾ വാസവനുമായിട്ട് നിൽക്കുന്ന കുറെ ഫോട്ടോകളുണ്ട്. അല്ല, കടകംപള്ളിയുമായുള്ള പുതിയ ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ വീണ്ടും എത്രയോ ചോദ്യം ചെയ്യലുകൾ ബാക്കി കിടക്കുന്നു. മറ്റൊരു ചർച്ച നടക്കുന്നത് വാസവൻ ഇതിൽ എങ്ങനെയാണ് ലിങ്ക് ചെയ്തത്. നമുക്കറിയാം, പലപ്പോഴും രാഷ്ട്രീയപരമായിട്ട് ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് സോഴ്സുകൾ വേണം. ചിലർ പറയുന്നത് വാസവനും ഇതുമായി വലിയ രീതിയിലുള്ള ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ശബരിമലയിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ രീതിയിലുള്ള കൊള്ളയാണ് നടന്നിട്ടുള്ളത്. ആ കൊള്ള ഇനിയും തെളിയിക്കേണ്ടതുണ്ട്. അത് തെളിയിക്കുമ്പോൾ ആരൊക്കെ പെടും, ആരൊക്കെ നെഞ്ചത്തടിച്ച് കരയുമെന്ന് അടുത്ത ദിവസങ്ങൾ മാത്രം നമുക്ക് നോക്കിയിരുന്ന് കാണാം.